പ്രിസൺ ഓഫീസറിൻ്റെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പ്രിസൺ ഓഫീസർ കം ഡ്രൈവറിൻ്റെ. അപ്പോൾ അതിൻ്റെ ആ ഒരു പുതുക്കിയ ഹാൾ ടിക്കറ്റ് ഇപ്പം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ പ്രിസണുമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ നമ്മുടെ മനഃശാസ്ത്രം, RTI, മനുഷ്യാവകാശം, അതിനെക്കുറിച്ച് ക്ലാസ് ലഭ്യമാകാൻ വേണ്ടി താഴത്തെ കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് ഡീറ്റെയിൽസ് PDF നോട്ടുകളൊക്കെ ലഭ്യമാവുന്നതായിരിക്കും. അഡ്മിനായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇത് ഈ ഇപ്പോൾ മാറ്റി വെച്ച പരീക്ഷ ഡേറ്റ് പുതുക്കിയ ആണ് വന്നേക്കണം. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അതേ സ്കൂൾ തന്നെയാണ്, പുതിയ ഹാൾ ടിക്കറ്റാണ് മാറിയേക്കുന്നതാണ് എൻ്റെ വിശ്വാസം. സമയക്രമത്തിലും മാറ്റമില്ല, പഴയ ആ ടൈം തന്നെയാണ്. ഡേറ്റ് മാറി പുതിയ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ID കാർഡ് വേണം. ഒറിജിനൽ ID കാർഡ്, ആധാറോ ലൈസൻസ് ഏതായാലും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അവർ എന്തെങ്കിലും ഒന്ന് വേണം. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ എങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ കൈ വച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ മുമ്പ് ഒരു പരീക്ഷയ്ക്ക് പോയി എഴുതിയപ്പോഴത്തേക്ക് സ്കോഡ് വന്നപ്പോൾ ഒരു പയ്യൻ്റെ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പിയിൽ, ആധാർ കാർഡിൻ്റെ ഒറിജിനൽ ഫോട്ടോ നേരെ വ്യക്തമല്ല. അതിനുശേഷമാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫിൻ്റെ കേസ് അന്ന് സാറ് ചോദിച്ചായിരുന്നു ഫോട്ടോഗ്രാഫ്. അപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. വേറെ എക്സാം എഴുതി വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷേ എങ്കിലും ഒരു ഫോട്ടോഗ്രാഫറും കൂടെ വെച്ചേക്കുന്നത് സേഫ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഫോട്ടോ തെളിയിക്കുന്നതിൽ ചെറിയൊരു ആധാർ കാർഡിലൊക്കെ പഴയ ഫോട്ടോ ആയിരിക്കും. അപ്പോൾ പ്രിസൺ ഓഫീസർ ഡ്രൈവർ നല്ല രീതിയിൽ എഴുതുക. സാധാരണ അതിൽ 13 വേക്കൻസി ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, 13 വേക്കൻസി ഉള്ളൂ. നമ്മുടെ APO അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വിളിച്ച സമയത്തും 49 വേക്കൻസി ഉള്ളായിരുന്നു. 3 വർഷത്തെയാണ് സ്റ്റേറ്റ് വേർഡാണ്. ഇപ്പോൾ അതിൽ 600 അടുപ്പിച്ച് നിയമനം നടന്നിട്ടുണ്ട്. ഇത് ഫിസിക്കലുള്ളതാണ്, ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളതാണ്, 3 വർഷത്തെ ലിസ്റ്റാണ്. ആദ്യമായിട്ടാണ് പ്രിസൺ ഡ്രൈവറിന് ശേഷം, ജയിൽ ഡ്രൈവറിന് ശേഷം പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പോസ്റ്റ് വിളിക്കുന്നത്. വേണ്ടി വന്നാൽ ജയിലറിൻ്റെ ഡ്യൂട്ടിയും കൂടെ ചെയ്യേണ്ടി വരും, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ ഡ്യൂട്ടിയും കൂടെ ചെയ്യേണ്ടി വരും. ശേഷം DPO ആവാം, അസിസ്റ്റൻറ്റ് ജയിലറാവാം, ഗ്രേഡ് 1, ഗ്രേഡ് കീപ്പർ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ ബൈ ട്രാൻസ്ഫർ ടെസ്റ്റുകൾ എഴുതാം. ഒരുപാട് സാധ്യതകളുള്ള ഒരു ടെസ്റ്റാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. വേക്കൻസി കാര്യം നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. സ്ട്രെങ്ത് തന്നെ 100 അടുപ്പിച്ച് വരും. പുതിയ ഇപ്പം സുരക്ഷാ ഭീഷണിയൊക്കെ വന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ ഗോവിന്ദചാമി, അതൊക്കെ ചിലപ്പം സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിക്കാം. സോ പഠിക്കുക, സാധ്യതകൾ വരും. ഓക്കെ, മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. അപ്പോൾ മറക്കണ്ട, PDF നോട്ട് ആൻഡ് ക്ലാസ് ലഭിക്കണമെങ്കിൽ താഴത്തെ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി.